നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ, പയറാണ് കേട്ടോ. അപ്പോൾ പയർ വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ. തേങ്ങയൊന്നും ചേർക്കാതെ തയ്യാറാക്കാവുന്ന തോരനാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്ത് ചെയ്താലും ഞാനും പാത്തും ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പയർ ഞാൻ തലേദിവസം രാത്രി കുതിർത്ത് വെച്ചതാണ്. കഴുകി കുതിർത്ത് വെച്ചിട്ട് 2 വിസിലടുപ്പിച്ചു കേട്ടോ. 2 വിസിലടുപ്പിച്ച് മാറ്റി വെച്ചതാണ്. 2 മുതൽ 3 വിസിൽ വരെ വരും. അപ്പോൾ ഒന്ന് 2 വിസിലടുപ്പിച്ച് തുറന്ന് നോക്കിയിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1 വിസിലും കൂടെ അടുപ്പിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഓവറായിട്ട് കുക്കായി പോവേ. അപ്പോൾ ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ട എൻ്റെ എണ്ണ നല്ലതായിട്ട് ഉറഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് കേട്ടോ ഞാൻ പുറത്ത് വെക്കാൻ ഇത് മറന്നുപോയേ. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പുറത്ത് വെക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പും കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എപ്പോഴും പുറത്ത് തന്നെ വെക്കേണ്ടി വരും. പിന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ. നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 6-7 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നിറം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും അതേപോലെ ഒരു സവാള സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഞാൻ നടുവേ കീറിയിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയേ. നിങ്ങൾ എടുക്കുന്ന പയറിനനുസരിച്ചിരിക്കുവേ പച്ചമുളകിൻ്റെയൊക്കെ അളവ്. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും അതേപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓർമ്മയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. ഇനി ഉള്ളിയുടെ ഒന്ന് നിറം മാറി വരട്ടെ. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഞാൻ പറയാൻ വിട്ടുപോയേ, ഞാൻ പയർ വേവിച്ചപ്പം ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചത്. അതുകൊണ്ട് ഇത് നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാൻ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. എനിക്ക് ഈ തോരനാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ തേങ്ങ ചേർത്താക്കുന്ന തോരനേക്കാളും എനിക്ക് ഇങ്ങനെ ആക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, ഇതേ ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കാശ്മീരി മുളക് പൊടിയാണ്. ഞാനിവിടെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/4 ടേബിൾ സ്പൂൺ വരും കേട്ടോ. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഞാൻ മുളക് പൊടിയുടെ അതേ അളവിൽ, അതായത് ഞാൻ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ അല്ലേ എടുത്തത്, അപ്പം ഞാൻ മുളക് പൊടിയുടെ അതേ അളവിൽ തന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. കരിഞ്ഞു പോകാതെ നോക്കണേ. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഈ മസാലയുടെ എല്ലാം പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പയറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ, നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. മൊത്തത്തിൽ വറ്റി കിട്ടണം കേട്ടോ. ഈ സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇതെല്ലാം എന്ത് കിട്ടിയതല്ലേ. ഒന്ന് ഗ്രേവി ഒന്ന് വറ്റി കിട്ടാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പക്ഷെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാതിരിക്കുമല്ലേ, നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി വറ്റണ്ട കേട്ടോ. അപ്പം ഞാനിത് ഓഫാക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ
പയറുതോരൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള തോരനാട്ടോ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങൾ കഴിച്ചു നോക്കാവേ. ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യണേ. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു. ബൈ ബൈ.